ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ സ്ത്രീകളും പൊതുവെ നേരിടുന്നൊരു പ്രശ്നമാണ് ഡിസ്മെനോറിയ അല്ലെങ്കിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന അസഹനീയമായ വേദന. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ടൈമിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത്. ഈ വേദന കുറയ്ക്കാനുള്ള 10 മാർഗങ്ങൾ, ആ 10 മാർഗങ്ങളിൽ പലതും എഫക്റ്റീവാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ആർത്തവ സമയത്ത് വേദന വരാത്തതായിട്ട് ആരും തന്നെയില്ല. മിക്ക സ്ത്രീകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ വേദന മുതൽ അതികഠിനമായ വേദന വരെ ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് ഛർദിൽ, വയറുവേദന, തലകറക്കം, ശരീരം തളർന്നു പോകുന്ന അവസ്ഥ, അതുപോലെ സ്തനങ്ങളിൽ വേദന, ബാക്ക് വേദന, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊരു ഹോർമോൺ ഈ ഒരു ആർത്തവ സമയത്ത് ധാരാളം നമ്മുടെ യൂട്രസിൽ ഉണ്ടാകാറുണ്ട്. യൂട്രസിൽ നമ്മളുടെ ബ്ലഡ് ഷെഡ് ആവുകയാണല്ലോ, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി യൂട്രസിൻ്റെ വാലിനകത്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന ഹോർമോൺ ധാരാളം പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഈ വേദന ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം. ഇതുകൂടാതെ മറ്റു പല കാരണങ്ങളാലും വേദന ഉണ്ടാവാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, അതായത് കോപ്പർട്ടി എന്ന പോലുള്ള സാധനങ്ങൾ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുന്ന ആദ്യത്തെ 3-4 മാസങ്ങളിലും ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകാറുണ്ട്. പിന്നെയുള്ളൊരു പ്രധാന കാരണമാണ് എൻഡോമെട്രോസിസ് എന്നൊരു കണ്ടീഷനുണ്ട്. എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിലുള്ള കോശങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വളർന്നു വരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് മാത്രമല്ല, ശക്തമായ വേദന, ഓക്കാനം, ഛർദി, ഇതെല്ലാം ഇതിൻ്റെ കൂടെയുള്ളതാണ്. എല്ലാ ആർത്തവ സമയത്തുള്ള വേദനയും എൻഡോമെട്രോസിസ് അല്ല, പക്ഷേ ശക്തമായ വേദന, ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് എൻഡോമെട്രോസിസ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെയുള്ളത് ഫൈബ്രോയിഡുകളുടെ പ്രശ്നമാണ്. വലിയ ഫൈബ്രോയിഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അസഹനീയമായ വേദന ഉണ്ടായേക്കാം. ഇനി ഫൈബ്രോയിഡുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. കോൺസ്റ്റിപ്പേഷൻ, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാനുള്ള ടെൻഡൻസി, പിന്നെ മെൻസസ് ടൈമിൽ അമിതമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഫൈബ്രോയിഡുകളാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെങ്കിലും ഇതുപോലെ അതികഠിനമായ വയറുവേദന വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഓവറിയിലെ സിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ കൂടുതലായിട്ടുണ്ടാകുന്നതാണ്. ഇത് വളരെ നോർമലാണ്. ചില ആളുകൾ പറയാറുണ്ട്, നല്ല ബുദ്ധിയും നല്ല സ്മാർട്ടും ആയിട്ടുള്ള സ്ത്രീകളിലാണ് ആർത്തവ സമയത്ത് ഇത്രമാത്രം വേദന വരുന്നതെന്ന്. അത് സത്യമാണോ എന്നറിയില്ലെങ്കിൽ പോലും സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് 10 എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ അസഹനീയമായ വേദന വരുമ്പോൾ നമുക്ക് ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ ഈ വേദന കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു റിലാക്സ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തേതാണ് ഹീറ്റ് തെറാപ്പി, അതായത് ചൂട് വയ്ക്കുക എന്ന് പറയും. ഹോട്ട് ബാഗിനകത്ത് വെള്ളം നിറച്ച ശേഷം വയറിൻ്റെ ഭാഗത്തും നടുവിലും അതുപോലെ വേദനയുള്ള ഭാഗത്തൊക്കെ വെക്കുക. വേദന നല്ലപോലെ കുറയ്ക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഹീറ്റ് തെറാപ്പി. അതോടൊപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും വേദന കുറയ്ക്കുന്നതിന് നല്ലൊരു മാർഗമാണ്. ഇത് പ്രോസ്റ്റാഗ്ലാൻഡിനെ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും നല്ലതുപോലെ സഹായിക്കുന്നു. രണ്ടാമത്തതാണ് എക്സസൈസ് ചെയ്യുക എന്ന് പറയും. എക്സസൈസ് ഈ ഒരു ടൈമിൽ ചെയ്യുന്നത് പോസിബിൾ ആണോ എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, അതായത് ചെറുതായിട്ട് നടക്കുക, ചെറിയ ചെറിയ വ്യായാമങ്ങളാണ് ഈ ഒരു ടൈമിൽ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുകയും അത് ഇതുമായിട്ട് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ വേദന വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഡയറ്റിൽ കുറച്ച് വ്യത്യാസം വരുത്തുക. അതായത് കാൽസ്യം അടങ്ങിയ ആഹാരം, മഗ്നീഷ്യം അടങ്ങിയ ആഹാരം, വൈറ്റമിൻ ധാരാളം അടങ്ങിയ ആഹാരം, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും. ഒഴിവാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കഫീൻ കണ്ടൻറ്റ്, അതുപോലെ മദ്യപാനമുള്ള സ്ത്രീകളാണെങ്കിൽ അതും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും വേദന കൂട്ടുന്ന സാധനങ്ങളാണ്. രക്തയോട്ടം കൂട്ടുകയും വേദന കൂട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ടൈമിൽ ഇത് കഴിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഈ സമയത്ത് റെക്കമെൻഡ് ചെയ്യാതിരിക്കുക. പിന്നീട് അക്വാപഞ്ചർ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണ്. നീഡിൽ വെച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണിത്. ഇത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ജിഞ്ചർ ടീ നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടിട്ടാണ് ജിഞ്ചർ ടീ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് വളരെ ആശ്വാസകരവും വേദന കുറയ്ക്കുമെന്നും പറയുന്നത്. പിന്നെ മാനസിക സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുന്നതിന് നല്ലൊരു
പരിഹാരമാണ്. അതുപോലെ ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് വരാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നീട് ടെൻസ് തെറാപ്പി എന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിശക്തമായ വേദന ഉള്ളവരിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. ട്രാൻസ്ട്യൂട്ടേനിയൽ ഇലക്ട്രിക്കൽ നെർവസ് സ്റ്റിമുലേഷൻ എന്നാണ് ടെൻസ് തെറാപ്പിക്ക് പറയുന്നത്. ഈ ടെൻസ് തെറാപ്പിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. പിന്നെ മഗ്നീഷ്യം അടങ്ങിയ ടാബ്ലറ്റ് കഴിക്കുന്നതും വേദനയ്ക്ക് നല്ലൊരു പരിഹാരമാണ്. ഇല്ലെങ്കിൽ മഗ്നീഷ്യം അടങ്ങിയ ഫുഡുണ്ട്, കറുകപ്പട്ട 1/2 ടീസ്പൂൺ കറുകപ്പട്ട വെള്ളത്തിലിട്ട ശേഷം കുടിക്കുന്നതും വേദന കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ടൈമിൽ നല്ലതുപോലെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരുന്നാലും വേദന കൂട്ടുകയുള്ളൂ. അതുപോലെ ഒരു 3-4 ദിവസം നല്ലതുപോലെ റെസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ അസഹനീയമായ വേദന സഹിക്കാൻ വയ്യാത്തവർ ഓവർ കൗണ്ടഡ് മെഡിസിൻ കഴിക്കാറുണ്ട്. മെഫനാമിക് ആസിഡ്, ബ്രൂഫിൻ, ഡൈക്ലോഫെനാക്ക് ഇതുപോലെയുള്ള മെഡിസിൻസ് ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക. മാക്സിമം ഒരു ടാബ്ലറ്റ്, അതിൽ കൂടുതൽ കഴിക്കരുത്. അല്ലെ ഏറി വന്ന അത്രയും അസഹനീയമായ വേദനയാണെങ്കിൽ 2 ടാബ്ലറ്റ് വരെ കഴിക്കുക. അതൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ഗ്യാപ്പ് ഇടവിട്ടാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതിനേക്കാളൊക്കെ പുറമെ ഏറ്റവും ഒരു സ്ത്രീക്ക് വേണ്ടത് എന്ന് പറയുന്നത് മാനസിക സപ്പോർട്ടാണ്. അതായത് വീട്ടിലുള്ളവർ, അതിപ്പം ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ കൂടെയുള്ളത് ആരാണോ ആ വ്യക്തിയിൽ നിന്നും ഒരു മെൻ്റൽ സപ്പോർട്ടാണ് എപ്പോഴും നമുക്ക് കിട്ടേണ്ടത്. കാരണം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയിട്ടാണ് കടന്നു പോകുന്നത്. പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അറിയണമെന്നുണ്ടാകുകയില്ല. കാരണം അത്രയും വേദന സഹിച്ചിട്ട്, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലർക്ക്. നല്ല വേദന കാരണം ചിലർ ദേഷ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ മാറിയിരുന്ന് കരയാറുണ്ട്. അങ്ങനെ പലതരം സ്റ്റേജിൽ കൂടിയിട്ടാണ് അവർ കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് അവരെ മനസ്സിലാക്കി ഒന്നെങ്കിൽ വീട്ടുജോലികളിലൊന്ന് ഹെൽപ്പ് ചെയ്യുക. ചിലർ കുഞ്ഞുങ്ങളെ നോക്കുന്നവരായിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് അവർക്ക് ഒരു 4 അല്ലെങ്കിൽ 3 ദിവസം അവർക്ക് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക. അവരെ മെൻ്റലി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അവർക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വയറിൻ്റെ അവിടെയാണേലും കാലിൻ്റെ അവിടെയാണേലും ഒക്കെ ഒന്ന് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അവർക്ക് നല്ലൊരു ആശ്വാസമാവും. പെട്ടെന്ന് അവർക്കൊരു റിലീഫ്. ഇപ്പോൾ വേദന ഉണ്ടെങ്കിൽ തന്നെ വേദന മറന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം അത്രയും നമ്മളൊരു കെയറിങ് കൊടുക്കുക, അല്ലെങ്കിൽ മെൻ്റലി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ കൂടുള്ളവരും കൂടിയിട്ടൊന്ന് ശ്രമിക്കണം. എല്ലാ സ്ത്രീകളും പൊതുവെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന ഈ ഒരു വയറുവേദന എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.